അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനശരിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 120-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹാ അൻതും ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി വഇദാ ലഖൂകും ഖാലൂ ആമന്നാ വഇദാ ഖലൂ അദ്ദൂ അലൈക്കുമുൽ അനാമില മിനൽ ഗൈദി ഖുൽ മൂതൂ ബിഗൈദികും ഇന്നല്ലാഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. ഹാ അൻതും. ഹാ അൻതും എന്ന് പറഞ്ഞാൽ ഹാ നിങ്ങൾ, നിങ്ങൾ ഒരുത്തരാണ്. ഉലായി, ഉലായി എന്ന് പറഞ്ഞാൽ യാതൊരുത്തർ. തുഹിബ്ബൂനഹും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഹും അവരെ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ഹാ അൻതും ഉലായി നിങ്ങൾ ഒരു വിഭാഗം ആളുകളെ പോലെയാണ്. ഹാ അൻതും ഉലായി നിങ്ങൾ എങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്? തുഹിബ്ബൂനഹും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. വലാ യുഹിബ്ബൂനകും എന്നാൽ അവരുടെ അവസ്ഥയോ വലാ യുഹിബ്ബൂന അവർ സ്നേഹിക്കുന്നില്ല കും നിങ്ങളെ. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നതുമില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി നിങ്ങൾ വിശ്വസിക്കുന്നു, ബിൽ കിതാബി വേദഗ്രന്ഥത്തിൽ, കുല്ലിഹി എല്ലാ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നു. വഇദാ ലഖൂകും അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഖാലൂ അവർ പറയും ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൂ അവർ ഒഴിഞ്ഞു പോയാൽ, നിങ്ങളുടെ അടുത്ത് നിന്നും അവർ മാറിപ്പോയാൽ, അവർ ഒഴിഞ്ഞു പോയാൽ അല്ലൂ അവർ കടിക്കും, അലൈക്കും നിങ്ങളെപ്പറ്റി, അൽ അനാമില വിരൽ തുമ്പുകളെ, നിങ്ങളെ പറ്റി അവർ
അവരുടെ വിരൽ തുമ്പുകളെ കടിക്കും. എന്തിനാ? മിനൽ ഗൈളി, കോപത്താൽ. അവരുടെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ് കോപം. പ്രത്യക്ഷത്തിൽ അവർ അത് പുറത്തെടുക്കുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചവരാണെന്നൊക്കെ പറഞ്ഞ് ആണ് നിങ്ങളുടെ കൂടെ. യഥാർത്ഥത്തിൽ ഇത് കപട വിശ്വാസികളെ കുറിച്ചാണ്. കുൽ, മൂത്തു, പറയുക, അവരോടും നിങ്ങൾ പറയുക, മൂത്തു, നിങ്ങൾ മരിക്കുക, ബിഗൈളിക്കും, നിങ്ങളുടെ വിദ്വേഷം കാരണത്താൽ, ബിഗൈളിക്കും, നിങ്ങളുടെ വിദ്വേഷം കാരണത്താൽ നിങ്ങൾ മരിക്കൂ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, അലീമുൻ, എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അറിയുന്നവനാണ്. ഈ സത്യവിശ്വാസികളുടെ അവസ്ഥയും ഈ സത്യനിഷേധികളായ ഈ കപടവേഷധാരികളുടെ അവസ്ഥയും എല്ലാം ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, അലീമുൻ, ഇത് ബിദാത്തി സുദൂർ, അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളതിന്, അതിൽ മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും അല്ലാഹു അറിയുന്നു. ഹാ അൻതും ഉലായി തുഹിബ്ബൂനഹും, നിങ്ങൾ ഒരു വിഭാഗം ആളുകളെ പോലെയാണ്. നിങ്ങൾ തുഹിബ്ബൂനഹും, അവരെ ഇഷ്ടപ്പെടുന്നു. വലാ യുഹിബ്ബൂനക്കും, അവരോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങൾ വേദഗ്രന്ഥങ്ങളിലെല്ലാം വിശ്വസിക്കുന്നു. വഇദാ ലഖൂക്കും, അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ, ഖാലൂ, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ ഒഴിഞ്ഞു പോയാൽ, അല്ലു അലൈക്കുമുൽ അനാമില, നിങ്ങളെപ്പറ്റി വിരൽ തുമ്പുകളെ അവർ കടിക്കും. അല്ലു അലൈക്കും, നിങ്ങളെപ്പറ്റിയുള്ള കാര്യത്തിൽ അവർ വിരൽ തുമ്പുകളെ കടിക്കും. മിനൽ ഗൈളി, കോപത്താൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം കോപമുണ്ട് നിങ്ങളെപ്പറ്റി. പക്ഷേ അതവരുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുക, പുറമേ കാണിക്കാത്തതിന്. നിങ്ങൾ പറയൂ, കുൽ മൂത്തു ബിഗൈളിക്കും, നിങ്ങളുടെ വിദ്വേഷം കാരണത്താൽ നിങ്ങൾ മരണപ്പെട്ടുകൊള്ളുക, നിങ്ങൾ മരിക്കുക, നിങ്ങൾ എന്ത് വേണേലും ചെയ്യൂ, നിങ്ങളുടെ വിദ്വേഷം കാരണത്താൽ നിങ്ങൾ മരിക്കുക. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അല്ലാഹു നല്ലവണ്ണം അറിയുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ബിഹോൾഡ്, you are those who love them while they do not love you. അറിയുക, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. And you believe in the book in its entirety, നിങ്ങൾ വേദഗ്രന്ഥത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വേദഗ്രന്ഥങ്ങളിലുള്ളതിലും വിശ്വസിക്കുന്നു. And when they meet you, അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ, അവർ പറയും, വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. വെറുതെ പറയാണ് കേട്ടോ. ആൻഡ് വെൻ ദേ ആർ അലോൺ, ഇനി അവർ തനിച്ചായിരിക്കുമ്പോഴോ, ദേ ബൈറ്റ് ദെയർ ഫിംഗർ ടിപ്സ്, അവരുടെ കൈകൾ കടിച്ച് കൊടയുകയാണ്. എഗൻസ്റ്റ് യു ഇൻ റേജ്, കോപത്താൽ, നിങ്ങൾക്കെതിരിലുള്ള കോപത്താൽ അവരവരുടെ വിരൽ തുമ്പുകളെ കടിച്ചു കൊടയുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം അങ്ങ് ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ വയ്യ. സേ, പറയുക, ഒരു പ്രഖ്യാപനം നടത്തിക്കൊള്ളുക, ഡൈ ഇൻ യുവർ റേജ്, നിങ്ങളുടെ വിദ്വേഷവും വെറുപ്പുമായി നിങ്ങൾ അങ്ങ് മരിച്ചു. ഷുവർലി അല്ലാഹ് നോസ് വാട്ട് ലൈസ് ഹിഡൻ ഇൻ ദ ബ്രസ്റ്റ്സ്, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല നല്ലതുപോലെ അറിയുന്നു. വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ദ എനിമീസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, എസ്പെഷ്യലി ദ ജ്യൂസ്, വിശിഷ്യ ജൂതന്മാർ, യൂസ്ഡ് ടു ഡിസ്ഗൈസ്, കപടവേഷം ധരിച്ച്,
നമ്മൾ വിചാരിക്കുന്ന ഇപ്പം ഇസ്രായേലിലുള്ള അവർ മാത്രമാണ് ജൂതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എൻ്റെ ഉമ്മത്തിലും ജൂതന്മാരുണ്ട്. ആ ജൂതന്മാരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ആരൊക്കെ എടുക്കുന്നോ അവരൊക്കെ ആ കാറ്റഗറിയാണ്. എസ്പെഷ്യലി ദ ജ്യൂസ് യൂസ്ഡ് ടു ഡിസ്ഗൈസ്. അവർ കപടവേഷം ധരിച്ചിരിക്കുകയാണ്. അവർ ഈ കാണുന്ന പുറമേ കാണുന്ന മുഖമല്ല. ആസ് എംഫാറ്റിക് പീപ്പിൾ, അവർ ശക്തിമത്തായി പറയുന്ന ആളുകളാണ്. ടു ലുക്ക് ഫോർ വേസ് ആൻഡ് മീൻസ്, അവർ മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ടു ഫിനിഷ് മുസ്ലിംസ് ആൻഡ് ദെയർ റിലിജൻ, മുസ്ലിങ്ങളെ തീർക്കുവാനും അവരുടെ മതത്തെ ഫിനിഷ് ചെയ്യുക, അവരുടെ മതത്തെയും അവരെയും തകർത്തെറിയുവാൻ വേണ്ടി അവർ അവസരം നോക്കി ഇരിക്കുകയാണ്. സന്ദർഭം എപ്പം കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് അവർ. ദേ വേർ ക്ലിയർലി ഹിപ്പോക്രൈറ്റ്സ്, അവർ വ്യക്തമായും കപടവിശ്വാസികൾ തന്നെയാണ്. ഹും വെൻ ഇൻ ദ കമ്പനി ഓഫ് മുസ്ലിംസ്, അവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ സപ്പോർട്ടഡ് ദെയർ വ്യൂസ്, പറയുന്നതൊക്കെ ശരിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തല കുലുക്കിയിട്ട് ഇത്തരത്തിലുള്ളവരങ്ങ് പോകും. എന്താ പറയുന്നത്? വെൻ ഇൻ ദ കമ്പനി ഓഫ് മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ അവരായിരിക്കുമ്പോൾ സപ്പോർട്ടഡ് ദെയർ വ്യൂസ്, അവരുടെ ആ വീക്ഷണങ്ങൾ അവർ പിന്താങ്ങും. ആൻഡ് ബുക്ക്, അതുപോലെ ഖുർആനിൽ പറയുന്നു, ഖുർആനിൽ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് അവർ പറയും. ആൻഡ് വെൻ ദേ വെർ അലോൺ, ഇനി അവർ ഒറ്റയ്ക്കാകുമ്പോൾ വിത്ത് പീപ്പിൾ ദ ലൈക്ക് ഓഫ് ദം, അവരെ പോലുള്ള ആളുകളുമായി അവർ കമ്പനി ചേരും. അങ്ങനെ അവർ അവരുടെ കമ്പനിയിലാവും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഈ ഖുർആൻ വെച്ച് നമ്മൾ നോക്കണം. ഓരോരുത്തരുടെയും ചെയ്തികളും ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. അപ്പോൾ അവരുടെ തനിനിറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഖുർആൻ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോകുന്നതാണ്. അതാ പറയുന്നത്, വെൻ ദേ വെയർ എലോൺ വിത്ത് പീപ്പിൾ ദ ലൈക്ക് ഓഫ് ദം, അവരെ പോലുള്ള ആളുകളെ അവർ പോയി ചങ്ങാത്തം കൂടുന്നത് ആരുമായിട്ടാണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. ദേ യൂസ്ഡ് ടു നൈഫ്, അവർ സന്ദർഭം കിട്ടുകയാണെങ്കിൽ അവരും അവരെ പോലുള്ള ആളുകളും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജമാഅത്ത് ഇസ്ലാഹി ഇസ്ലാമിലുള്ള ആളുകൾ തന്നെ അതിശക്തമായ നിലയിൽ ആ ജമാഅത്ത് ഇസ്ലാഹി ഇസ്ലാമിലുള്ള സഹോദരങ്ങളെ പറ്റി മോശമായി പറയും. അങ്ങനെയുള്ള കമ്പനികളിൽ ഇങ്ങനെ രാപകൽ കഴിഞ്ഞു കൂടി ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളത് നോക്കിക്കാണണം. ദേ യൂസ്ഡ് ടു നൈഫ്, അവർ കഠാര കൊണ്ട് കുത്തുകയാണ്. മേഴ്സിലെസ്ലി, യാതൊരു ദയവുമില്ലാതെ തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് പറയും. അവർ കപടവേഷം ധരിച്ചിരിക്കുന്നവരാണവർ. ദീസ് മുസ്ലിംസ്, ഈ മുസ്ലിങ്ങളെക്കുറിച്ച് അവർ അത്തരത്തിൽ പറയും. നിങ്ങളെ കണ്ടുമുട്ടുമ്പോഴോ ഞങ്ങൾ വളരെ നല്ല ആളുകളാണ്, വിശ്വാസികളാണ് കേട്ടോ എന്ന് പറയും. നിങ്ങളെങ്ങോട്ട് മാറിക്കഴിഞ്ഞാലോ ശത്രുത മൂലം അവർ മരിക്കാൻ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അതിനുള്ള അവസരം നോക്കിയിരിക്കുകയാണ്. ആസ് ദേ പ്ലങ്സ്, അവർ more deeply to find out information to use against the Muslims and finding none. They plunged, അപകട സാധ്യത നിറഞ്ഞ സംഗതിയിൽ ചാടിക്കാൻ അവരങ്ങനെ നോക്കുക. മോർ ഡീപ്ലി ടു ഫൈൻഡ് ഔട്ട് ഇൻഫർമേഷൻ, എന്ത് വാർത്തയുണ്ട് അവിടെ എന്താ നടക്കുന്നത്. ടു യൂസ് എഗൻസ്റ്റ് ദ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്കെതിരായി, അവർക്കെതിരായി ഈ പ്രവർത്തിക്കാൻ, മുസ്ലിങ്ങളെ തച്ചുടയ്ക്കാൻ എന്താണ് വാർത്ത, എന്താണ് ഉണ്ട് സുഹൃത്തെ എന്നൊക്കെ ചോദിച്ച്. ആൻഡ് ഫൈൻഡിങ് നൺ, അങ്ങനെ ഒന്നും കണ്ടെത്തിയില്ല എങ്കിൽ ദേ യൂസ്ഡ് ടു അവർ ലൈക്ക് അല്ലാഹ് സേസ്,
മറ്റൊന്നും അവർക്ക് കണ്ടെത്താനും അതിന് പറ്റുന്നില്ല എങ്കിൽ ദേ യൂസ്ഡ് ടു, അല്ലാഹു തആല പറഞ്ഞത് ലൈക്ക് അല്ലാഹ് സൈസ് ബൈറ്റ് ദെയർ ഫിംഗർ ടിപ്സ്, കോപത്താൽ വിരൽത്തുമ്പുകളെ കടിക്കും. ബൈറ്റ്സ് ദെയർ ഫിംഗർ ടിപ്സ് അറ്റ് ദ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്കെതിരായി. ഇൻ റേജ്, അമർഷത്താൽ, കോപത്താൽ അവർ അങ്ങനെ മരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. ഡെഫിനറ്റ്ലി അല്ലാഹ് ഷാൽ പ്രൊട്ടക്റ്റ് ഹിസ് സെർവൻസ്, തീർച്ചയായിട്ടും അല്ലാഹു തആല അവൻ്റെ ദാസന്മാരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആൻഡ് ഷാൽ ലെറ്റ് ദീസ് ഹിപ്പോക്രൈറ്റ്സ്, അതുപോലെ എന്നാൽ ഈ കപട വിശ്വാസികളുണ്ടല്ലോ, അവർ ഡൈ ഇൻ ദെയർ ഫ്രസ്ട്രേഷൻ, അവരുടെ നിരാശയിൽ അവർ മരണപ്പെടും. ആൻഡ് റേജ്, കോപത്താൽ, നിരാശയാൽ, കഷ്ടതയാൽ, പ്രയാസത്താൽ അവർ മരിക്കും. മേക്കിംഗ് ദം ഗോയിങ് ഫർദർ ഡൗൺ, അവരങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ചിന്തയും പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ട് എങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ സ്വാത്വികരായ ആളുകളെയും തകർത്തെറിയാം എന്നുള്ള പ്രയത്നത്തിൽ അവരങ്ങനെ ഇരിക്കുകയാണ്, അവരും അവരുടെ ശിങ്കിടികളും. ആൻഡ് ദ ലൈൻ ഓഫ് ദെയർ പെർഡിഷൻ, മേക്കിംഗ് ദം ഗോയിങ്, അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ, ഫർദർ ഡൗൺ, വീണ്ടും ആഴത്തിലേക്ക്, അഗാധതയിലേക്ക്, താഴ്ചയിലേക്ക്. ദ ലൈൻ ഓഫ് ദെയർ പെർഡിഷൻ, അവരുടെ അധോഗതിയുടെ ഇടുക്ക് വഴിയിലൂടെ, ഊടുവഴിയിലൂടെ അവർ വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധോഗതിയുടെ, വിനാശത്തിൻ്റെ, നിത്യനരകത്തിൻ്റെ പാതയിലൂടെ അവർ സഞ്ചരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്. മനുഷ്യരെ അല്ലാഹു തആല പല വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. കാരണം അവന് ബുദ്ധിശക്തി കൊടുത്തിട്ടുണ്ട്. ബുദ്ധിശക്തി കൊടുത്ത മനുഷ്യൻ ഏത് സമയത്ത്, എപ്പോൾ, ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കുമെന്നറിയില്ല. ഈ ബുദ്ധിശക്തി നല്ലതിന് വേണ്ടിയും ഉപയോഗിക്കാം, മോശപ്പെട്ടതിന് വേണ്ടിയും ഉപയോഗിക്കാം. അങ്ങനെ മോശപ്പെട്ടതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി തങ്ങളുടെ കർമ്മങ്ങളൊന്നും വേണ്ടതുപോലെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാവും പകലും അധ്വാനിക്കേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ്, അതിൽ നിന്ന് പ്രതിഫലം ആർജിക്കേണ്ടതാണ്. അത് ഇഹലോക സുഖസൗകര്യങ്ങൾക്കും പരലോക നേട്ടങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. പ്രവാചകൻ്റെ വഴി തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ ഈ വിശുദ്ധ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവും. ഇത് വായിക്കുമ്പോൾ ഹാന്തും മുലായി, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ്. തൊഹിബൂനഹും, നിങ്ങളവരെ ഇഷ്ടപ്പെടുന്നു. വലായുഹിബൂനക്കും, നിങ്ങൾ എത്ര ഇഷ്ടവുമായിട്ട് അവരോട് ചെന്നാലും ശരി, അവരുടെ അടുത്തേക്ക് പോയാലും, അവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടാലോ, വലായുഹിബൂനക്കും, അവർ നിങ്ങളെ ഇഷ്ടപ്പെടില്ല. വതൂമിനൂന ബിൽ കിതാബ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് വേദഗ്രന്ഥത്തിൽ. കുല്ലിഹി, വേദഗ്രന്ഥത്തിൽ മുഴുവനായി വിശ്വസിക്കുന്നവരാണ്. വൈതാലക്കും, അവർ നിങ്ങളെ കാണുമ്പോഴോ അവരുടെ ആ ചിരിയും ആ കൈകൊടുപ്പും ആ സന്തോഷമൊക്കെ പറയുമ്പോഴേ, വൈതാലക്കൂക്കും, അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ കാലു, അവർ പറയും ആമന്നാ, ഞങ്ങളെല്ലാവരും വിശ്വാസികളാണ്. വൈദാ ഹലു, ഇനി അവർ ഒഴിഞ്ഞു പോയാൽ അള്ളു അലൈക്കുമുള്ള അനാമില്ല, നിങ്ങൾ ഒന്നും ചെയ്യാൻ ഒത്തില്ലല്ലോ യോമാരെ എന്നുള്ള നിലയിൽ അവരുടെ വിരൽത്തുമ്പുകളെ നിങ്ങളെപ്പറ്റി അവർ കടിച്ചു കൊടയുകയായിരിക്കും ചെയ്യുന്നത്. മിനൽ ഗൈദി, കോപം, അടക്കി വെച്ചിരിക്കുന്ന കോപം. കുൽ, അവരോട് പറയുക, കപട വിശ്വാസികളോട് പറയുക, കുൽ മൂത്തു ബിഗൈദിക്കും, നിങ്ങളുടെ കോപവും കൊണ്ട് നിങ്ങൾ പോയാൽ ചത്തുകളാം. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, അള്ളാഹു മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ളത് മറച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി അറിയുന്നവരാണ്. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ
പരിശുദ്ധങ്ങളായി തീരട്ടെ. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് യാതൊരു പകയും വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാതെ അള്ളാഹുവിനെ മാത്രം സൂക്ഷിച്ച് നമ്മുടെ ഹൃദയങ്ങളെ പവിത്രീകരിച്ച് അതിലൂടെ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന കണ്ണുകളും കേട്ടറിയുന്ന ചെവികളും സംസാരിക്കുന്ന നാവുകളും പ്രവർത്തിക്കുന്ന കൈകാലുകളും ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയും ഹൃദയവും എല്ലാം പരിശുദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അള്ളാഹു തആല നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ ഇരുലോകത്തും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.